ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ഇങ്ങനൊരു ഐറ്റം ഉണ്ടാക്കിയാലോ. സംഭവം ഭയങ്കര സുഖമാണ്, സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര സുഖമാണ്. അപ്പം നമുക്ക് ഇനി ചിക്കൻ ആദ്യം ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പം നമുക്ക് ചിക്കൻക്ക് മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാല, മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നിൽക്ക് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. വെയിറ്റ് സെക്കൻഡ് ചില്ലി ഫ്ലേക്സും കൂടെ ഇടണം. ഇപ്പം സെറ്റല്ലേ. അപ്പം ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ മിനിമം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. പിന്നെ നമ്മൾ സാധാരണ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ നമ്മൾ അരിയില്ലേ, അതേപോലെ പൊട്ടാറ്റോസ് അരിഞ്ഞിട്ട് ഉപ്പിട്ടിട്ട് ഒന്നും ഇങ്ങനെ കുറച്ചിട്ട് ഒരു അരമണിക്കൂർ മാറ്റി വെക്കണം. കാരണം അതിൽ നിന്നൊരു വെള്ളം ഇറങ്ങും. അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് കുറച്ച് നേരം മാറ്റി വന്നിട്ട് ആ വെള്ളം ഒഴിവാക്കിയിട്ട് വേണം കേട്ടോ നമുക്ക് പൊരിച്ചെടുക്കാൻ. പിന്നെ നമുക്ക് സോസും കൂടി ഉണ്ടാക്കണം. സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുക്കുക, വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത്, കുറച്ച് ഓയിലും കൂടി ഇട്ടിട്ട് മൈദ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ടേക്ക് പാലും കൂടി വയ്ക്കണം. പാലും തളിച്ച് വരുമ്പോൾ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇടണം. കഴിഞ്ഞില്ല. പിന്നെ പൊട്ടാറ്റോ ഇടയ്ക്കിടയ്ക്ക് പോയി ഇങ്ങാണ്ടൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. പിന്നെ നമുക്ക് മറ്റേ സോസിക്ക് കുറച്ച് ഉപ്പും കുറച്ച് 2 സ്ലൈസ് ചീസും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. സെറ്റല്ലേ. പിന്നെ എന്നെ മഴ ചതിച്ചു, മഴയും പെയ്ത് കറണ്ടും പോയി. ആ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ചിക്കൻ നല്ലോണം ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. ആ കോൺ എന്ത് ചെയ്യണം, നമ്മൾ ബോയിൽ ചെയ്തെക്കണം. പിന്നെ ഉള്ളിയും കുക്കുംബറും ക്യാരറ്റും ഇങ്ങനെ സുറുക്കലും ഇങ്ങനെ മുക്കി വെക്കണം. ഇനി നമുക്ക് പൊരിച്ച ചിക്കൻ ഇതുപോലെ കട്ട് ചെയ്ത് വെക്കണം. പിന്നെ നമ്മൾ പൊരിച്ച ചിക്കൻ്റെ ഓയിൽ ബാക്കി വന്നില്ല, അത് കുറച്ച് മാറ്റിയിട്ട് കുറച്ച് ഓയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഉള്ളി, ക്യാബേജ്, ക്യാപ്സിക്കം, ക്യാരറ്റും കൂടി ഇട്ടിട്ട് നിൽക്ക് ഈ ക്യാപ്സിക്കത്തിൻ്റെ ഉള്ളിൽ ഞാൻ കുറച്ച് ചെറുതാക്കി അരിഞ്ഞ പച്ചമുളകും കൂടെ ഇട്ടിട്ടുണ്ട്. ഓപ്ഷനിലാണ്, ഞാൻ കുറച്ച് സ്പൈസ് ആയിക്കോട്ടെ വെച്ചിട്ടാണ് ഇട്ടത്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ചിക്കൻ കൂടെ മിക്സ് ചെയ്യാം. കഴിഞ്ഞിട്ടില്ല. ഇനി നമുക്ക് തക്കാളി അരിയണം, അല്ല തക്കാളി ഇടണം. ഇത് റെഡ് ക്യാപ്സിക്കം അല്ല കേട്ടോ, ഇത് തക്കാളിൻ്റെ ഉള്ളിലത്തെ പൾപ്പ് കളഞ്ഞിട്ട് നമ്മൾ നീളത്തിൽ അരിഞ്ഞതാണ് കേട്ടോ. ലാസ്റ്റ് ഇട്ടാൽ മതി. നമുക്ക് 2 ടീസ്പൂൺ സോസും പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച സോസ് അത് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ടിട്ട് വെറും 2 ടീസ്പൂൺ മതി, കൂടുതൽ ഇടണ്ട കേട്ടോ. നമുക്ക് പുഴുങ്ങി വെച്ച കോണുണ്ടല്ലോ അതും കൂടി ഇടണം. ഇനിയിപ്പോൾ ബന്ന് നടുവിൽ ഇങ്ങനെ കയറണം. ഞാൻ അനിയത്തിൻ്റെ ഹെൽപ്പ് ചോദിച്ചിട്ട് ഇങ്ങനെ പിടിച്ചു തരാൻ വേണ്ടിയിട്ട് ചിന്തി സെറ്റാക്കിയിട്ട് വരാം. സെറ്റായി. അപ്പോൾ ഇഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് കമൻറ്റ് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.